അപ്പൂനൊപ്പം മാളൂനെയും കൂട്ടി ഡെയ്സി ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മുടെ അഭിപ്രായം ചോദിച്ചാ ഇപ്പൊ വിളിച്ചത്. എന്നിട്ട് VP എന്ത് പറഞ്ഞു? അത് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നോട് കൂടി വിശദമായി ആലോചിച്ചൊന്ന് അറിയിക്കാൻ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഡെയ്സിക്ക്? അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ഓരോന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചു നിൽക്കുക. അപ്പോ എന്താ VP? നിന്നെ ഡെയ്സി എങ്ങാനും വിളിച്ചിരുന്നോ? ഇല്ലല്ലോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തില് ഡെയ്സി എന്നോടൊരു അഭിപ്രായം ചോദിച്ചു. നിന്നോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോന്നറിയാൻ വേണ്ടി വന്നതാ. ആന്റി എന്താ ചോദിച്ചേ? അത് നീ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കൂട്ടത്തില് ഡെയ്സിയും ആളും കൂടി കൂടെ വന്നോട്ടെ എന്ന്. എന്നിട്ട് VP എന്ത് പറഞ്ഞു? ഞാൻ അപ്പൊ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു. അഥവാ നിന്റെ അടുത്ത് ഇനി അതേപ്പറ്റി വല്ലതും പറഞ്ഞാലും നീ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അതാ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ ഈ കാര്യം അറിയിച്ചത്. അതിന് ഞാൻ എന്റെ പോക്ക് ഉടനെ പ്ലാൻ ചെയ്യുന്നില്ലല്ലോ. അതൊന്നും നീ ഡെയ്സിയോടും മാളിനോടും ഡീറ്റെയിൽ ചെയ്യാൻ പോണ്ട. നിനക്ക് എപ്പോഴാ സൗകര്യം അപ്പൊ പോയാൽ മതി. തനിച്ചു മതി, ആരെയും കൂടെ കൂട്ടാനും നിൽക്കണ്ട. അല്ല, ആന്റി മാളും ബാംഗ്ലൂർ വന്നിട്ട് എന്ത് ചെയ്യാനാ? മാളുവിന് അവിടെ ഏതെങ്കിലും സ്ഥാപനത്തില് ജോലി നോക്കാന്നൊക്കെയാണ് ഡെയ്സിയുടെ പ്ലാന്. കുറച്ചു കാലം ഡെയ്സി അവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് പരിചയങ്ങളൊക്കെ ഡെയ്സിക്ക് അവിടെ ഉണ്ട്. അപ്പോ നിനക്കൊരു കൂട്ടാവല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ ഞാനത് നിരുത്സാഹപ്പെടുത്തി. VP എടുത്തടിച്ച പോലെ ആന്റിയോട് നോ പറയേണ്ടിയിരുന്നില്ല. വിഷമായിട്ടുണ്ടാവും. വിഷമാവെന്ന് കരുതി പറയേണ്ട കാര്യങ്ങൾ പറയണല്ലോ. മാളുവിനെ ഇവിടുന്ന് മാറ്റി നിർത്താൻ ആലോചിക്കുന്നത് തന്നെ മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡെയ്സി എന്തിനാ ജോബിന്റെ കാര്യത്തിൽ ഇത്ര അഡമന്റ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെയും മാളും അയാളുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള വഴിയാണ് ഡെയ്സി നോക്കുന്നത്. ആന്റി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ട് തന്നെ ആവും VP. എന്ത് മനസ്സിൽ കണ്ടിട്ട്? നോ, അതൊന്നും ഒട്ടും പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്ന് ആന്റിയുടെ മനസ്സിൽ എന്താന്ന് അറിഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. നാളെ ആവട്ടെ, ഞാൻ ഇതേപ്പറ്റി ഡീറ്റെയിലായി ചോദിക്കാം. ഏയ് അതൊന്നും വേണ്ട. അക്കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. കാരണം ഒരിക്കലും അവരുടെ കൂടെ അവിടെ തുടരാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അതൊക്കെ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വളരൂ. കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ? VP എന്തൊക്കെയാ പറയുന്നത്? അപ്പോ നിനക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാ. മാളുവും ജോബിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം സെറ്റിലാക്കാൻ നോക്കേണ്ടതിന് പകരം മാളുവിനെയും കൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം എങ്ങനെ ശരിയാവും? അശ്വതി മുരളിയൊക്കെ ഇത് അറിയുമ്പോൾ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നമ്മളും കൂടി ചേർന്നിട്ടാ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയതെന്ന് അവർക്ക് തോന്നില്ലേ? വെറുതെ എന്തിനാ നമ്മൾ പഴി കേൾക്കുന്നത്? അതുകൊണ്ട് അവർക്കൊപ്പം നീ എന്തായാലും പോകുന്നില്ല. അതിന് ഒരു മാറ്റവും ഇല്ല. പറഞ്ഞു കേട്ടല്ലോ. ഏത് കാര്യത്തിലും വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന ഒരാളാണ് ഡെയ്സി എന്ന് എനിക്കറിയാം. എന്നാലും ഈ വിഷയത്തിൽ ഡെയ്സി എടുത്ത തീരുമാനം അല്പം വൈകാരികമായി പോയില്ലേ എന്നൊരു സംശയമുണ്ട് എനിക്ക്. വിജയ് പറഞ്ഞത് ശരിയാ. അങ്ങനൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ജോബിനോടെടുത്ത നിലപാട് അല്പം കടുത്തു പോയില്ലേ എന്ന്. പക്ഷെ പിന്നീട് മനസ്സൊന്ന് ശാന്തമായപ്പോ ഞാൻ അതേപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചു വിജയ്. അപ്പോഴും ഇതിനേക്കാൾ ബെറ്റർ എന്ന് തോന്നിയതൊന്നും പിന്നീട് എന്റെ മനസ്സിൽ തെളിഞ്ഞില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ആ സമയം എടുത്ത തീരുമാനം തന്നെയായിരുന്നു ശരിയെന്ന്. ഞാനല്ല, കർത്താവ് തമ്പുരാനായിട്ടാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതെന്ന്.
മകനെന്നൊരു പരിഗണന അയാൾക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് ഡെയ്സിയുടെ മാത്രം ഇഷ്ടവും സ്വാതന്ത്ര്യവുമാണ്. പക്ഷെ ഞാൻ പറയുന്നത് മാളുവിന്റെ കാര്യം കൂടി ഉദ്ദേശിച്ചാണ്. മോനെ അമ്മ കുറച്ചു നാളത്തേക്ക് ശിക്ഷിച്ച് മാറ്റി നിർത്തുന്ന പോലെ അല്ലല്ലോ മരുമകളിൽ നിന്ന് അവളുടെ ഭർത്താവിനെ അകറ്റി നിർത്തുന്നു. ഐ മീൻ, മാളു ആ കാര്യത്തിൽ ഒരു പരിഹാരം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? മാളു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് അറിയോ വിജയ്ക്ക്? ഭർത്താവ് എന്ന നിലയിൽ അവൾക്ക് ജോബിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുകൊണ്ടാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് മുന്നേ എന്റെ മകനെ വേണ്ടാന്ന് വെച്ചത് എന്റെ മരുമകൾ തന്നെയാണ്. ഡെയ്സി പറഞ്ഞതിലെ യുക്തിയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്തിനും ചില നീക്കുപോക്കുകളും ഉപാധികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പോരെ ഈ എഴുതി തള്ളൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആര് പറഞ്ഞു അവനെ ഞാൻ എഴുതി തള്ളിയതാണെന്ന്? അല്ല വിജയ്, അതൊരിക്കലും അങ്ങനെയല്ല. ഞാൻ അവനെ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ഇതുവരെയുള്ള എന്റെ വിശ്വാസം അവന്റെയും എന്റെയും ഇഷ്ടങ്ങൾ ഒന്നായിരുന്നു എന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ലായിരുന്നു എന്ന് ബോധ്യം വന്ന നിമിഷം അവനെ ഞാൻ സ്വതന്ത്രനാക്കി. പിന്നെ മാളുവിന്റെ കാര്യം, എന്റെയും എന്റെ മോന്റെയും വാക്ക് വിശ്വസിച്ച് ഈ വീട്ടിൽ ജീവിക്കാൻ വന്ന പെണ്ണാ ഇവള്. എന്റെ മോൻ ഇവളോട് നീതികേട് കാണിച്ചു. പക്ഷെ എനിക്കങ്ങനെ പറ്റില്ലല്ലോ. മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട് തന്നെയാ ഞാൻ ഇവളെ എന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയത്. അവൾ ആഗ്രഹിക്കുന്ന നിമിഷം വരെ അതങ്ങനെ തന്നെയായിരിക്കും. അപ്പോ മാളിവിടെ എത്ര നാൾ നിൽക്കട്ടെ എന്നാ ഡെയ്സി വിചാരിക്കുന്നത്? ഇവൾക്ക് ഇഷ്ടമുള്ളിടം വരെ. അതിനുള്ളിൽ ഇവളുടെ ഭർത്താവ് ഇവൾ ആഗ്രഹിക്കുന്ന പോലെ മാറിയെന്ന് ഇവൾക്ക് ബോധ്യപ്പെട്ടാൽ ഞാനും എന്റെ മകനെ സ്വീകരിക്കാൻ തയ്യാറാ. അല്ല ഡെയ്സി, ഞാൻ പറയുന്നത് പ്ലീസ് വിജയ്, ഈ വിഷയത്തിൽ ഇതിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അതിനെ ആര് പറഞ്ഞിട്ടാണെങ്കിലും എന്നോട് മുഷിവ് തോന്നരുത്. ശരി ഡെയ്സി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാനൊന്ന് ഇറങ്ങട്ടെ. മാളു ഒന്ന് വന്നേ. ഡെയ്സിയുടെ ഈ കടുംപിടുത്തം ശരിയാണെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഡെയ്സി ബുദ്ധിയും വിവേകമുള്ള ഒരു സ്ത്രീയാണ്. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് കൃത്യമായ ധാരണയും അറിവും അവർക്കുണ്ട്. പക്ഷേ ജോബിന്റെ കാര്യത്തിൽ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാവാം ഡെയ്സിയുടെ ഈ തീരുമാനം അല്പം ഇമ്മച്ചുറായി പോയത്. മാണൂന് അങ്ങനെ തോന്നിയില്ലേ? ഇല്ല അങ്കിൾ, ആന്റി വളരെ കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അമ്മയുടെയും ഭാര്യയുടെയും മുന്നിൽ അഭിനയിച്ച് ജീവിക്കാൻ വല്ലാതെ പാടുപെടുന്ന ഒരാളെ അയാളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുന്നല്ലേ നല്ലത്. മാളു, നീയും ഡെയ്സിയൊക്കെ ജോബിന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ എന്റെ മുരളിയുടെ കൺസേൺ നീയാണ്. നിന്റെ കാര്യം കഴിഞ്ഞാൽ ഞങ്ങൾ ജോബിന്റെ കാര്യം ചിന്തിക്കൂ. ആരുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്താലും ഒരാൾ അയാളുടെ മാത്രം ഇഷ്ടത്തിനും താല്പര്യത്തിനും ജീവിക്കാൻ തീരുമാനിച്ച പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്കിൾ? മാളു, സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജോബിനുമായിട്ടൊരു കോംപ്രമൈസ് നീ ആഗ്രഹിക്കുന്നില്ല? പറയൂ മാളു, ഇതിങ്ങനെ എത്ര നാളെന്ന് കരുതി നീട്ടിക്കൊണ്ടുപോകാനാണ് നിങ്ങളുടെ ഉദ്ദേശം? കോംപ്രമൈസ് എന്നതുകൊണ്ട് അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതിപ്പോ ഞങ്ങൾ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ഡോക്ടറെ വിളിച്ചു വരുത്തി ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, രണ്ടുപേരും സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ ഉപദേശിച്ചൊരു പാച്ചപ്പ്, അതല്ലേ? അങ്ങനെ വീണ്ടും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് ഡോക്ടർ വീണ്ടും പഴയ കാമുകിയുടെ അടുത്ത് പോയില്ലെന്ന് ഈ കോംപ്രമൈസിന് ശ്രമിക്കുന്നവർക്ക് ഉറപ്പു തരാൻ പറ്റുമോ? അങ്കിൾ, ആരിനി എന്തൊക്കെ ഒത്തുതീർപ്പിന് ശ്രമിച്ചാലും ഈ കാര്യത്തില് ഡെയ്സിയുടെ അതേ നിലപാട് തന്നെ എനിക്കും. എന്റെ ജീവിതത്തിന്റെ ഭാവിയും സുരക്ഷയും കരുതി എനിക്ക് വേണ്ടി മാത്രം കാച്ചിക്കുറിക്കിയ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. ഭാര്യയായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്നിലെ സ്ത്രീത്വത്തെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ഭാര്യയെ ജീവിക്കാനാണ് ഇഷ്ടം. അല്ലാതെ ഭർത്താവ് ഡോക്ടറായതുകൊണ്ട് മാത്രം അയാളുടെ ഭാര്യയായി പട്ടുസാരിയിൽ പൊതിഞ്ഞു നടക്കുന്ന ഒരു ഷോക്കേസ് പാവയാവാൻ താല്പര്യമില്ല എനിക്ക്. മാളു, നീയും ഡെയ്സി ആഗ്രഹിക്കുന്ന പോലെ ജോബിനൊരു തിരിച്ചുവരവുണ്ടാവട്ടെ.
പക്ഷേ നീ അയാളുടെ ഭാര്യയായി പോയതുകൊണ്ട് നിന്റെ ലൈഫ് സ്പോയിലാകാൻ പാടില്ലല്ലോ. അതിന് ഞങ്ങൾ ആരും അനുവദിക്കൂല. ശരി, ഞാൻ മുരളി കൂടെ ഒന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ശരി അപ്പോൾ. മുരളിക്കറിയാലോ, ഡേസി എല്ലാ കാര്യത്തിലും വളരെ അളന്നും ആലോചിച്ചും തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുത്താൽ അവരത് നടപ്പാക്കുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ടോ ഡേസിയുടെ ഈ തീരുമാനത്തോട് എനിക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ കഴിയുന്നില്ല. വീപ്സിക്ക് മാത്രമല്ല, ഇത് കേട്ടപ്പോൾ മുതൽ ഞാനും ആകെ അപ്സെറ്റാ. മാളുവിന്റെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവളെ വീണ്ടും ആ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചത്. എന്ന് കരുതി അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഇനി അഥവാ അവർക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളോട് ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ പോരെ. അല്ലാതെ എൻ്റെ മോളുടെ കാര്യത്തിൽ അവർ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുക, അത് VP വിളിച്ചു പറയാ. ഇത്തരം കാര്യങ്ങളൊക്കെ VP പറഞ്ഞാണോ ഞാൻ അറിയണ്ടേ? മുരളി, താനിതിനെ അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിൽ കാണണ്ട. ഡേസി ഒരു തീരുമാനം പോലെയല്ല അതിനോട് പറഞ്ഞത്. അവരുടെ മനസ്സിലൊരു പ്ലാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അതൊരു തീരുമാനമായി വരുമ്പോൾ ഉറപ്പായും ഡേസി അത് മുരളിയോടും അശ്വതിയോടും തന്നെയാവും ആദ്യം പറയുക. ഞാൻ പറഞ്ഞു വന്നത് ഡേസിയുടെ മനസ്സിലെ ആ ആഗ്രഹം നമ്മൾ തുടക്കത്തിലെ നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയെ പറ്റിയാ. ഒന്നാമത് ഇപ്പോൾ ഒരു ഷിഫ്റ്റിംഗ്, ജോബിനും ആളും തമ്മിലുള്ള അകലം കൂട്ടുകയുള്ളൂ. നമുക്ക് വേണ്ടത് അതല്ലല്ലോ. തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും പറഞ്ഞൊതുക്കി കുട്ടികൾ തമ്മിൽ ഒരുമിക്കല്ലേ പ്രധാനം. ഇല്ല, VPയുടെ ആയതുകൊണ്ട് തുറന്നു പറയാമല്ലോ, എനിക്കിനി ആ റിലേഷനിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, അശ്വതിക്കും. മാളുവിന്റെ താല്പര്യത്തിനും നിർബന്ധത്തിനും വഴങ്ങിയതുകൊണ്ട് പറ്റിയൊരു അബദ്ധം. പിന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയുടെ മകനാണല്ലോ എന്നൊരു വിശ്വാസം. പക്ഷെ തെറ്റിപ്പോയി VP. ആ ചെറുപ്പക്കാരനെ പറ്റിയുള്ള ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ തെറ്റായിരുന്നു. സ്വന്തം അമ്മയെപ്പോലും പറ്റിക്കാൻ മനസ്സുള്ള ഒരു ഫ്രോഡായിരുന്നു അവനെന്ന് വൈകിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്മയെ പറഞ്ഞ് പറ്റിക്കാൻ മനസ്സുള്ളവൻ പിന്നെ സ്വന്തം ഭാര്യയോട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താ മുരളി, താനിങ്ങനെ നിരാശപ്പെട്ടാലോ? ജോബിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായൊരു തെറ്റ് സംഭവിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ അയാളൊരു ഫ്രോഡാണെന്നൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് തെറ്റല്ലേ? എന്തിനാ VP അയാളെ വെറുതെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? എത്ര ന്യായീകരിച്ചാലും അയാൾ എൻ്റെ മോളോടും ഞങ്ങളോടും ചെയ്തത് ഒന്നാം തരം നെറികേട് തന്നെയാ. അല്ലെങ്കിൽ പെറ്റമ്മ പോലും അവന് വീട് വിലക്കില്ലായിരുന്നല്ലോ. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, ജോബിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല. പക്ഷേ ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാളെ മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഇപ്പം ഇല്ലെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അവൻ ചെയ്ത തെറ്റിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയോ ന്യായീകരിക്കുകയല്ല. എങ്കിലും പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പറ്റിപ്പോയൊരു അബദ്ധം. മുരളി നേരത്തെ പറഞ്ഞ പോലെ അവനൊരു ഫ്രോഡായിരുന്നെങ്കിൽ ജോബിൻ വളരെ കണ്ണിങ്ങായി ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്തേനെ. സത്യത്തിൽ മമ്മിയെയും ഭാര്യയെയും താൻ ചതിക്കുകയായിരുന്നു എന്ന കുറ്റബോധമായിരിക്കാം അയാൾ ഈ അവസ്ഥയിലെത്തിച്ചത്. എന്താ മുരളി, ശരിയല്ലേ? ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അയാൾ പശ്ചാത്തപിക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ തീർച്ചയായും അയാൾ അതിന് പ്രായശ്ചിത്തം ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോ അതിനയാൾക്കൊരു അവസരം കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മുടെ വെറും ഊഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ VP? ശരിക്കും അവന്റെ ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും ഒക്കെ വേറെയാണെങ്കിലോ? ഇപ്പോഴും ആ ഡോക്ടറുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാ അവൻ ആഗ്രഹിക്കുന്നെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെന്താ? അത്രയ്ക്കൊരു വില്ലത്തരം അയാളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഡേസിയുടെ ഈ ഒഴിവാക്കൽ അയാളൊരു ചലഞ്ചായിട്ട് എടുത്തേനെ. ആ പെൺകുട്ടിയെയും കൂട്ടി ഡേസിയുടെയോ മാളുവിന്റെയോ മുന്നിൽ വന്ന് ഒരു തേർഡ് റേറ്റ് ഹീറോയിസത്തിനൊക്കെ അയാൾ മുതിരായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയും ഭാര്യയും ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് അയാൾ എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നു എന്നാണ്. VP വെറുതെ അവന് വേണ്ടി സംസാരിച്ച് സമയം കളയണ്ട. ഓക്കെ, നമ്മൾ സംസാരിച്ചു വന്നത് ഡേസിയുടെ നിലപാടിനെ പറ്റിയാണ്. കാര്യങ്ങളുടെ ഒരു ഗ്രാഫ് മുന്നിലേക്ക് വ്യക്തമാവാൻ വേണ്ടി ഞാനൊന്ന് വിശദമാക്കിയെന്നേ ഉള്ളൂ.
ജോബിനോട് ഒരു വട്ടം നമുക്ക് എല്ലാവർക്കും ക്ഷമിക്കാനായ ഇപ്പൊ സംഭവിച്ചതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കും. മാളൂനെയും കൊണ്ട് ആർക്കും എവിടേക്കും പോകേണ്ടിയും വരില്ല. ഇനി ഭാവിയിൽ അവരായിട്ട് എങ്ങോട്ടെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ, അതല്ലേ നല്ലത്. എന്തു വേണമെന്ന് എനിക്ക് അശ്വതിക്കൊന്ന് ആലോചിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വിപി, മാളുവിനെ അവിടെ നിർത്താൻ എനിക്കിനി താല്പര്യമില്ല. അവളുടെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഇനി ഞാൻ തീരുമാനിച്ചോളാം. ഓക്കെ, അതൊക്കെ മുരളിയുടെ ഇഷ്ടം. പക്ഷേ തീരുമാനങ്ങൾ മുറിവേൽപ്പിക്കാനുള്ളതാകരുത്. ഉണ്ടായ മുറിവുകളെ ഉണക്കാൻ ഉപകരിക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പു, ആ ഗുഡ് മോർണിംഗ് അപ്പു. വെരി വെരി ഗുഡ് മോർണിംഗ് അമ്മ. അമ്മ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോന്ന് പറ. ചേഞ്ചോ? എന്ത് ചേഞ്ച്? അത് സൂക്ഷിച്ചു നോക്കിയാലേ പറയാൻ പറ്റൂ. നന്നായിട്ട് നോക്കമ്മേ. ഏ, എനിക്ക് ചേഞ്ച് ഒന്നും തോന്നുന്നില്ല അപ്പു. ശ്ശേ, എന്റെ അമ്മ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്ക്. ദാ ഈ ഭാഗത്ത്. ഇല്ലെന്നേ, ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. എന്താ കാര്യം? ഓ, ഈ ഗീതാലക്ഷ്മിയുടെ ഒരു കാര്യം. എന്റെ കൊച്ചേ, ദേ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ 2-3 രോമം വളർന്നു നിൽക്കുന്ന കണ്ടോ? അതാണോ കാര്യം? അതിനാണോ നീ ഇത്ര ബേളം കൂട്ടിയത്? നീ സമയം പോലെ പാർലറിലോട്ട് വാ. ഞാൻ ത്രെഡോ വാക്സോ ചെയ്ത് മാറ്റിത്തരാം. 1/2 മണിക്കൂർ നേരം മതി. യോ, എന്റെ ഗീതാലക്ഷ്മിയെ, ഇങ്ങനെ ലോക തോൽവി ആവല്ലേ. അതെ, ആ തുക്കട പാർലറിൽ വന്ന് ത്രെഡ് ചെയ്ത് കളയാനല്ല ഞാൻ ഹെയർ ഗ്രോത്തിനുള്ള ഹോർമോൺ എടുക്കുന്നത്. ഓ സോറി, ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി. റിയലി സോറി. ഞാൻ അതേപറ്റി ചിന്തിച്ചതേയില്ല. ചിന്തിക്കില്ലല്ലോ, കാരണം ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ ഞാൻ പെൺകുട്ടിയാണല്ലോ. പുറമെ അങ്ങനെയല്ലെന്ന് എത്ര ഭാവിക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്ക് മനസ്സിലുള്ളതാ ഇതുപോലെ പുറത്തു വരും. എനിക്കറിയാം. നീ വെറുതെ എഴുതാപ്പുറം വായിക്കാതെ. ഞാനങ്ങനെ ചിന്തിച്ചില്ല. പെട്ടെന്ന് ഹെയർ ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു ബ്യൂട്ടീഷ്യന്റെ കണ്ണിലൂടെ കണ്ടുപോയി, അത്രേ ഉള്ളൂ. ആ, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് എക്സൈറ്റഡ് ആയിട്ട് അമ്മയോട് പറഞ്ഞെന്നറിയോ? അപ്പൊ വേണ്ടാത്ത പറഞ്ഞ് മനുഷ്യന്റെ മൂഡ് കളഞ്ഞു. അപ്പു, ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? എനിക്കിനി പറ, സ്റ്റൈലായിട്ടില്ലേ? ഒരാഴ്ച കൂടി കഴിയുമ്പോ നല്ല ഗ്രോത്ത് ആവില്ലേ? ആകും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഷേവ് ചെയ്യണം, എങ്കിലേ താടി രോമങ്ങൾക്ക് ഒരു കട്ടി ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴേ വേണോ അപ്പു? ഡോക്ടറിനോട് കൂടെ ചോദിച്ചിട്ട് പോരെ? അതിപ്പോ പ്രത്യേകിച്ച് ചോദിക്കാൻ എന്താ? ഷേവ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, ഹെയർ ഗ്രോത്ത് അതുകൊണ്ട് കൂടെ ഉള്ളൂ. മീശ ഒന്ന് സെറ്റായിട്ടിരുന്നാ മതി. അമ്മേ, ഞാൻ മീശയും താടിയും വെക്കുന്നതാണോ അമ്മയ്ക്ക് ഇഷ്ടം, അതോ മീശ മാത്രം വെച്ച് അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ആണോ? നീ എങ്ങനെ നടന്നാലും എനിക്കിഷ്ടാ, പോരെ? ഓ, അതൊരു സുഖിപ്പിക്കൽ മറുപടി ആയിപ്പോയി. താടിയും മീശയൊക്കെ വന്ന ഒരു ലെവൽ സെറ്റായി വരുന്നവരെ കാണാൻ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ വന്ന് ത്രെഡ് ചെയ്തൊന്നും കളയല്ലേ ബ്യൂട്ടീഷ? അയ്യോ ഇല്ലേ, ഞാൻ ഈ ഭാഗത്തേക്കേ വരുന്നില്ല, പോരെ? പിണങ്ങല്ലേ, ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ. അമ്മേ, എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചതാ ഇതൊക്കെ. ഇന്ന് ചുമ്മാ ഒന്ന് കണ്ണാടി നോക്കിയതാ, അപ്പൊ എന്നെ ഞെട്ടിച്ചോണ്ട് എന്റെ ശരീരം എന്റെ മനസ്സിനൊപ്പം വളരുന്നു. ഐ എം സോ ഹാപ്പി. ദീപ എവിടെ അമ്മേ? രാവിലെ ആരെ കാണാൻ പോയിരിക്കുക. പിന്നെ VP വരുന്നതിന് മുമ്പേ ഞാൻ ഇറങ്ങും അപ്പു. രാവിലെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടുപേരും കഴിക്കണേ. ഓ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ആദ്യം VP ഒന്ന് കാര്യമായിട്ടൊന്ന് ഞെട്ടിക്കണം. അമ്മേ, ദേ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നാ ഈ ഹെയർ ഗ്രോത്ത് അറിയാൻ പറ്റില്ല അമ്മേ? അത് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാവൂ അപ്പു. ഏയ്, അത്ര സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ അറിയില്ലേ? നീ തിരക്ക് കൂട്ടാതെ, സമയമാകുമ്പോ അതിങ്ങി വളർന്നു വന്നോളും. എന്തായാലും ട്രീറ്റ്മെന്റ് ഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പായല്ലോ, അതുപോരെ?